അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഈദ് ട്രഷർ ഹണ്ടിൻ്റെ അടുത്ത ഒരു ചോദ്യവുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞാനും അംജദ് മദനിയും. ഇപ്പോൾ ഇന്ത്യൻ സമയം 12 മണിയായിട്ടുണ്ട്. ഒരു പെരുന്നാൾ ദിനത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ച് അംജു ഇപ്പോൾ ഒരു നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ച് ചിലപ്പോൾ 1-2 വീടുകളിലൂടെയൊക്കെ ഒന്ന് സന്ദർശിച്ച് അവിടുന്ന് ചില പായസങ്ങളോ മധുര പലഹാരങ്ങളോ ഒക്കെ കഴിച്ച് പിന്നെ അങ്ങനെ ഒരു സന്തോഷാവസ്ഥയിലേക്കാരം. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വേണമെങ്കിൽ ഇവർക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടാം അല്ലേ, മന്തിയാണോ ബിരിയാണിയാണോ, ആ സന്തോഷങ്ങളൊന്ന് അറിയിക്കാൻ പറ്റിയൊരു സന്ദർഭം കൂടിയാണ്. ഇന്ന് ഭക്ഷണം കഴിക്കേണ്ടുന്ന ദിവസമാണ്, ആരും പട്ടിണി കിടക്കരുത് എന്നുള്ളതാണല്ലോ. അതെ, പട്ടിണി ആളുകൾ കിടക്കാതിരിക്കാൻ തന്നെയാണ് ഫിത്തർ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. 2 ലക്ഷ്യങ്ങൾ. ഒന്ന്, നോമ്പുകാരൻ്റെ നോമ്പിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. അതുപോലെ തന്നെ പാവപ്പെട്ട ദരിദ്രരായ മനുഷ്യരാരും ഇന്നേ ദിവസം പട്ടിണി കിടക്കരുത്. നോക്കൂ, നിങ്ങളൊരു ആഘോഷത്തിൻ്റെ വേളയിൽ പ്രവാചകൻ ഇസ്ലാം ഒരു മനുഷ്യ സമൂഹത്തെ ചേർത്തു പിടിക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ് പെരുന്നാൾ. ഇന്നേ ദിവസം എല്ലാവരും സന്തോഷിക്കണം, സന്തോഷിക്കാത്ത ആളുകൾ ഉണ്ടാകരുത് എന്നതാണ്. അതെ, പെരുന്നാളിൻ്റെ സന്തോഷം അത് പകർന്നു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ഒരു പ്രധാന കാര്യം, നിങ്ങൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കണം, വേറൊരു വഴിയിലൂടെ മടങ്ങി വരണം. എന്തിനാണ് ആ സഞ്ചാരം? നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു കൊടുക്കണം എന്നാണ്. അതെ അതെ, പരസ്പരം കണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും ഈദ് മുബാറക്ക് പറഞ്ഞ് ചേർത്ത് പിടിച്ച് സന്തോഷം പരസ്പരം കൈമാറി ഇന്നത്തെ ദിവസം ഹാപ്പി ആയിരിക്കാനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. നമ്മൾ ഈ പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ ഇന്നത്തെ ഖുത്ബ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ ഖുത്ബയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിരിക്കും ഈ പറഞ്ഞ ഈ സംഗതികളൊക്കെ. ആളുകൾക്കൊരു അതൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് പോകാൻ കഴിയും. പീസ് റേഡിയോ കുടുംബം നിങ്ങളുടെ സന്തോഷത്തോടൊപ്പം ചേരുകയാണ്. ഈദ് ട്രഷർ ഹണ്ടുമായി കഴിഞ്ഞ പെരുന്നാൾ ദിനങ്ങളിലൊക്കെ പങ്കെടുത്ത ആളുകൾക്ക് ഈദ് ട്രഷർ ഹണ്ടിനെ കുറിച്ച് അറിയാം. ഈദ് ട്രഷർ ഹണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത്, ആദ്യം അത് പീസ് റേഡിയോയുടെ കോഴ്സ് ഓപ്ഷൻ്റെ ഉള്ളിലുള്ളൊരു ബട്ടണായിരുന്നു. ഇപ്പോൾ ആ ബട്ടൺ പുറത്താണ്. പീസ് റേഡിയോയുടെ ഹോം സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ആ ബട്ടൺ കാണാം. ചില ആളുകൾക്കെങ്കിലും ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ സമയം അവസാനിച്ച്, അഥവാ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തിനിടക്ക് അത് കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ ഫീഡ്ബാക്കിലൂടെ അവരുടെ പ്രയാസം പറയുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ഉത്തരം അയക്കാനുള്ള സമയം 12 മണിക്ക് തീരുന്നില്ല. ഇപ്പോൾ അവസാനം 5 മണിക്ക് നിങ്ങൾ ഉത്തരമയക്കൽ, അഥവാ അവസാനത്തെ നിധി കണ്ടെത്തി അതിൻ്റെ ഉത്തരം അയക്കുന്നതുവരെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അയക്കാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനിയും അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, സാങ്കേതികമായി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങൾ കാര്യം അറിയിച്ചാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങൾക്കുള്ള സാങ്കേതിക സഹായം നൽകുന്നതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത ആളുകളുണ്ടാകും, ഒരുപക്ഷേ കോഴ്സിൻ്റെ ID അത് മറന്നുപോയ ആളുകളുണ്ടാവും. അവർക്കൊക്കെ സാങ്കേതികമായ പരിഹാരങ്ങൾ ഇൻഷാ അല്ലാഹ് പീസ് റേഡിയോ ടീം നൽകി നിങ്ങളുടെ സന്തോഷത്തിൻ്റെ മാറ്റുകൂട്ടാൻ കൂടെ ഉണ്ടാകും. രക്ഷിതാക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, മദ്രസകളിലും സ്കൂളുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇത് കാത്തിരിക്കുന്നവരാണ്. അവരാരെങ്കിലും അശ്രദ്ധമായി പോയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താനും ആ ചോദ്യങ്ങൾ അവരെ അറിയിക്കാനും ഉത്തരങ്ങൾ കണ്ടെത്താനും ഒക്കെ നിങ്ങളുടെ കൂടെ ഒരു സഹായം ഉണ്ടാകണം. കുടുംബം ഒന്നിച്ച് ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ അംജു നേരത്തെയും പറഞ്ഞു കുടുംബം ഒന്നിച്ച്. ഈ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഇത് മത്സരമാക്കി കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. അതെ അതെ, അവരത് ഈ കുടുംബം ഒന്നിച്ച് എന്നുള്ളത് സംഭവിക്കില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ ചില അനുഭവങ്ങൾ പലരും പങ്കുവച്ചതായിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. ഏതായിരുന്നാലും എനിക്ക് തോന്നുന്നു ആളുകൾ രണ്ടാമത്തെ ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നമ്മളിപ്പോഴുള്ളത് പീസ് റേഡിയോക്കകത്താണ്. അതെ, ഈ പരിപാടി നടത്തുന്നവരും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഇപ്പോൾ പീസ് റേഡിയോക്കകത്താണ്. പീസ് റേഡിയോ ഓരോ മനുഷ്യരിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കുമൊക്കെ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും നല്ല നിമിഷങ്ങളും സന്ദേശങ്ങളുമൊക്കെയുണ്ട്. അത് ഇന്ന് മലയാളി സമൂഹം ഒരുമിച്ച് ഏറ്റെടുത്ത ഒരു സംവിധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടാമത്തെ ചോദ്യം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പീസ് റേഡിയോ അതിൻ്റെ പ്രക്ഷേപണം ആരംഭിച്ച വർഷമേതാണ് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. പീസ് റേഡിയോ അതിൻ്റെ പ്രക്ഷേപണം ആരംഭിച്ച വർഷം അത് കൃത്യമായി ഡിജിറ്റായി തന്നെ നിങ്ങൾ ഉത്തരമായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഉദാഹരണമായി 2010 എന്നാണ് നിങ്ങൾ കണ്ടെത്തിയ ഉത്തരമെങ്കിൽ 2010 എന്ന് അക്കത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അക്കത്തിൽ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചില ആളുകളെങ്കിലും മലയാളം കീബോർഡായിരിക്കും, കൈകൊണ്ട് എഴുതുന്ന രൂപത്തിലായിരിക്കും അത് ആഡ് ചെയ്തിട്ടുണ്ടാവുക. അത് വേറെ ഏതെങ്കിലും മലയാള അക്ഷരങ്ങളോ മറ്റൊക്കെ ആയിപ്പോയാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നിധിയിലേക്കുള്ള ക്ലൂ ലഭിക്കുകയില്ല എന്നുകൂടി പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. കൃത്യമായി അതിൻ്റെ ഡിജിറ്റ് രേഖപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ്
ഏതാണോ ആ വർഷം ഏത് എന്നത് മാത്രമാണ് നിങ്ങൾ ഉത്തരമായി ടൈപ്പ് ചെയ്യേണ്ടത്. ക്ലൂ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അടുത്ത ഒരു ചോദ്യവുമായി നിങ്ങളിലേക്ക് കൃത്യം 2 മണിക്ക് ഇൻഷാ ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോഴേക്ക് ആദ്യ 2 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നൽകി അതിൻ്റെ ക്ലൂ ലഭിച്ച് ഇപ്പോൾ തന്നെ നിധിയിലേക്കുള്ള അവസാനത്തെ വർത്തമാനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ടായിരിക്കുമെന്നറിയാം. നിങ്ങളുടെ ഒരു ആവേശം അതവിടെ നിലനിൽക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. 2 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.